ഹായ് ഫ്രണ്ട്സ്, മലേഷ്യൻ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത് KLCC അക്വേറിയ, ജലാൻ പെറ്റാലിംഗ് സ്ട്രീറ്റ്, ഗ്വാണ്ടി ടെമ്പിൾ, മാരിയമ്മൻ ടെമ്പിൾ, ത്യാൻഹു ടെമ്പിൾ, ഇസ്താന നഗാര, തുഗു നഗാര, ഇൻഡിപെൻഡൻസ് സ്ക്വയർ, സൂര്യ KLCC വാട്ടർ ഷോ, അതുപോലെ സലോമ ലിങ്ക്. ആദ്യം തന്നെ KLCC അക്വേറിയയിലായിരുന്നു പോയത്. അവിടെ പട്ടിയും പൂച്ചയും അല്ലാണ്ട് മറ്റ് കുഞ്ഞു മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാവ കരയാണ്ട് രക്ഷപ്പെട്ട്. കൂടാതെ വലുതും ചെറുതുമായിട്ടുള്ള കുറേ കടൽ മത്സ്യങ്ങളും അതുപോലെ തന്നെ കടലിലുള്ള മറ്റ് ജീവികളൊക്കെ കണ്ടുകൊണ്ട് വാവക്ക് ഒരു കൗതുകമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ജലാൻ പെറ്റാലിംഗ് സ്ട്രീറ്റിൽ കൂടെ തന്നെ ഗ്വാണ്ടി ടെമ്പിളിലേക്കും മാരിയമ്മൻ ടെമ്പിളിലേക്കും നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ജലാൻ പെറ്റാലിംഗ് സ്ട്രീറ്റിൽ ഈ ദുരിയൻ ഫ്രൂട്ടിനെ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു. അവിടെ ബാൻഡാണെന്നൊക്കെ പറയുന്നത് കേട്ടത്, പക്ഷെ അങ്ങനെ അവിടെ നിന്ന് വിൽക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മളൊന്ന് വാങ്ങി. പക്ഷെ ദൈവം സഹായിച്ച് ഒട്ടും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സാധനം. അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഉള്ള ആ ഒരു ഇതുകൊണ്ട് തീരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ നേരെ ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. മാരിയമ്മൻ ടെമ്പിളിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അവിടെ ഏകദേശം ലേറ്റായി. അപ്പോൾ അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തു നിന്നൊക്കെ തൊഴുത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം ഗ്വാണ്ടി ടെമ്പിളിലേക്ക് പോയി. അത് അടുത്തടുത്തുള്ള ടെമ്പിൾസ് തന്നെയാണ്. അപ്പം ഗ്വാണ്ടി ടെമ്പിൾ ചൈനീസിൻ്റെ ടെമ്പിളാണ്. അപ്പം അവിടെ നമ്മൾ നോക്കി ഇങ്ങനെയൊക്കെയാണ് ഇവരെ പ്രാർത്ഥിക്കുന്ന രീതിയും കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെയാണെന്നെല്ലാം നോക്കാൻ നോക്കി. പക്ഷെ ആർക്കും ചൈനീസ് അല്ലാതെ വേറൊരു ഭാഷയിലും സംസാരിക്കാൻ താല്പര്യമില്ല. അതിനുശേഷം അവിടുന്ന് നേരെ ഫുഡും കഴിച്ച് വാവക്ക് റൂമിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ്. അപ്പോൾ അതും വാവക്ക് കൊടുത്ത് ത്യാൻഹു ടെമ്പിളിലേക്ക് ഗ്രാബ് ബുക്ക് ചെയ്ത്. അപ്പം ത്യാൻഹു ടെമ്പിൾ ആക്ച്വലി ഗ്വാണ്ടി ടെമ്പിളിനെക്കാളും കുറച്ച് നല്ല വലിപ്പമുള്ള ഒരു ടെമ്പിൾ തന്നെയാണ്. അവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കൺവെൻഷൻ സെൻറ്റർ പോലത്തെ ഒരു ഹോളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ടെമ്പിൾ വരുന്നത്, ആക്ച്വൽ ടെമ്പിൾ വരുന്നത്. പക്ഷേ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നല്ലതും മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. നല്ല അനുഭവം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവരവിടെ പ്രേ ചെയ്യുന്ന രീതികളും അതുപോലെയുള്ള അവിടെ കുറേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ മോശം അനുഭവം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ആരെ കൊണ്ടുള്ള മോശം അനുഭവമല്ല, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച അനുഭവമാണ്. അത് ക്യാമറയിൽ ടൈമർ വെച്ചിട്ട് മൂന്നാളുടെയും കൂടി ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. നോക്കുമ്പം ക്യാമറ നേരെ താഴെ പോയപ്പോഴും നേരെ സെക്യൂരിറ്റിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ. അപ്പം വേറൊരു പുള്ളിനെയും കൂടി കൂട്ടിയിട്ട് വന്ന് നോക്കി. അങ്ങനെ വേഗം പുള്ളിക്കാരൻ എടുത്തു തന്ന്. എന്തോ നല്ല മനസ്സുകൊണ്ട് ക്യാമറ കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ പിന്നെയും കുറച്ച് സമയം നമ്മൾ കറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ എടുത്ത് എന്നിട്ട് നേരെ ഇസ്താന നഗാരയിലേക്ക് പോയി. അവിടെ നമുക്ക് ഗേറ്റിൻ്റെ പുറത്തുനിന്ന് കാണാമെന്നല്ലാതെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് നേരെ തുഗു നഗാരയിലേക്ക് പോയി. തുഗു നഗാരയിൽ എത്തുമ്പോൾ കുറച്ച് ഇരുട്ടായിരുന്നായിരുന്നു. കുറച്ച് ഈവനിങ് ആ ഒരു ടൈമാണ്. അപ്പം അവിടെ അധികം ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നോക്കിയത് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. അപ്പം ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ നോക്കിയപ്പം അവിടെ നിന്ന് 2 കിലോമീറ്റർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളെ കയ്യിൽ കുറേ സമയമുണ്ട്. അപ്പം നമ്മൾ മെല്ലെ നടക്കാമെന്ന് വിചാരിച്ച് ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ ആ ഒരു സെക്ഷനിലൊക്കെ ഇങ്ങനെ നടന്ന് അതിനുശേഷം അവിടെ നിന്ന് നേരെ ഗ്രാബ് ബുക്ക് ചെയ്ത് സൂര്യ KLCCയിലേക്ക് പോകാൻ നിന്ന്. അതിൻ്റെ മുന്നിൽ തന്നെയാണ് വാട്ടർ ഷോ നടക്കുന്നത്.
വാട്ടർ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു സലോമലിങ്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മൾ മലേഷ്യയിൽ എത്തിയ ഡേ മുതൽ റൂമിൽ നിന്നും ഈ സലോമലിങ്കിൻ്റെ തന്നെ കാണാൻ പറ്റും. അപ്പം സലോമലിങ്കിൻ്റെ കളർ ചേഞ്ച് ആകുന്നതൊക്കെ ഡെയിലി കാണുന്നുണ്ടായിരുന്നു. അപ്പം അന്നാണ് അടുത്ത് പോയി കാണാൻ പറ്റിയത്. അങ്ങനെ ഒരു അടിപൊളി ഡേ ആയിരുന്നു ഇന്നത്തെ. അപ്പം മലേഷ്യയിലെ അവസാന ഡേ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.